എംജീനിയസ് AI ഇനി കുറച്ച് നാളത്തേക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു പേര്, അല്ലെങ്കിൽ മലയാളികളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു പേരായിരിക്കും എംജീനിയസ് AI എന്നുള്ളത്. എന്താണ് ഈ ഒരു കമ്പനി എന്നും ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആളെ പറ്റിച്ച് നമ്മുടെ കാശ് കാര്യങ്ങളൊക്കെ പോവോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് എംജീനിയസ് AI എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അവർ സെർവർ കാര്യങ്ങളൊക്കെ റെന്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത്. ഈ ഒരു റിട്ടേൺസ് പ്ലാൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 300% ചെയ്യുമ്പോൾ റിട്ടേൺസ് കാര്യങ്ങൾ ആ ഒരു കമ്പനി നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലർക്കും നല്ല രീതിയിലുള്ള ഡൗട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ വർക്കിംഗ് ടൈപ്പ് മലയാളികൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. 2018-19 ആ ഒരു സമയത്തൊക്കെ വന്നിട്ടുള്ള എല്ലാ ട്രേഡ് മോറിസ് കോയിൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പലരുടെയും കാശ് കാര്യങ്ങളൊക്കെ അതിൽ പോയിട്ടുണ്ട്. പലരും ഇപ്പോഴും മിണ്ടാണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്പനി വർക്ക് ചെയ്ത ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു എംജീനിയസ് AI കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഡെയിലി ഇത്ര റിട്ടേൺസ് കാര്യങ്ങളൊക്കെ തരാം എന്ന് പറയുന്ന രീതിയിലാണ് ആ ഒരു എല്ലാ ട്രേഡ് മോറിസ് കോയിനും കാര്യങ്ങളൊക്കെ നടത്തിയത്. അവർ പറഞ്ഞൊരു മെത്തേഡ് എന്ന് പറയുന്നത് മോറിസ് കോയിൻ അതായത് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു അവർ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടിയത്. അപ്പോൾ സെയിം മെത്തേഡ് പോലെ തന്നെ സെർവർ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു പേരിലാണ് എംജീനിയസ് AI എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടുന്നത്. ഈ ഒരു എല്ലാ ട്രേഡിന് ഒരു പേഴ്സണ് കാര്യങ്ങളൊക്കെ വന്ന് നിന്നുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടിയെങ്കിൽ ഈ ഒരു എംജീനിയസ് AIനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണ് കാര്യങ്ങളൊന്നും ഒരു വീഡിയോ കോൺഫറൻസിലോ എവിടെയോ ഒന്നും വരുന്നില്ല. മറിച്ച് കുറേ അധികം വാട്സാപ്പ് നമ്പേഴ്സ് ആണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കുന്നത്. നല്ല രീതിയിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പും നല്ല രീതിയിലുള്ള മെമ്പേഴ്സും ഡെയിലി ഇതിലേക്ക് ആഡ് ആവുന്നുണ്ട്. അതിൽ കൂടുതലും മലയാളികളാണ് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. മലയാളികളൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വെബ്സൈറ്റും ഈ ഒരു കമ്പനി കാര്യങ്ങളൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്പാം പരിപാടികൾക്കൊക്കെ ഓരോ ഉഡായിപ്പ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷെ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ടതില്ല, ഒരു അടിപൊളി വെബ്സൈറ്റ് എന്ന് പറയാം. കാരണം നമ്മുടെ വാലറ്റിലെ എമൗണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയ എമൗണ്ട്, എത്ര റവന്യൂ കിട്ടും, എത്ര ടൈമിനുള്ളിൽ പ്ലാൻ എക്സ്പയർ ആവും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റ് അതായത് എംജീനിയസ് AI എന്ന് പറയുന്ന കമ്പനി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്പാം ആണോ അല്ലയോ നോക്കിക്കഴിഞ്ഞാൽ 100% പറയാം ഇതൊരു സ്പാം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിൽ നിന്ന് റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ മോറിസ് കോയിൻ എല്ലാ ട്രേഡ് വന്നൊരു സമയത്ത് ഒരു 10% ആളുകൾ ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള റവന്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഒരു ഇത്ര ഡേയ്സിനുള്ളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കാര്യങ്ങളൊക്കെ റിട്ടേൺ പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ അവർ ഒരു വിൻ ചെയ്തു പോയി. ഈ ഒരു എംജീനിയസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോറിസ് കോയിനേക്കാളും കുറച്ചുകൂടി റിസ്ക് കുറവായിട്ട് മലയാളികൾക്ക് ഫീൽ ചെയ്യും. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു എമൗണ്ട് ഒരു 5,000 rupees ആണ് അവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 18-20 ദിവസത്തിനുള്ളിൽ ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ അവർക്ക് റിട്ടേൺ പിടിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്നത് എല്ലാം പ്രോഫിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും മലയാളികൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രാപ്പും ഈ ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാനിപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് എൻട്രി ചെയ്തു, ഒരു 5,000 rupees ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഈ ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. ഈ ഒരു 5,000 പ്ലാൻ അല്ലായിരിക്കും വരുന്നത്. അപ്പോൾ ഞാനൊരു മെമ്പറിനെ ഇതിലേക്ക് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിലും ഇതിലൊരു ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അതായത് നമ്മൾ ഇട്ട എമൗണ്ടിന്റെ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ളൊരു കാര്യവും മലയാളികൾ ഇതിലേക്ക് പിടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഒരു മെമ്പറിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ എൻ്റെ അടിയിൽ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കട്ടെ. അവന് വരുന്നൊരു പ്ലാൻ എന്ന് പറയുന്നത് 5,100 രൂപയുടെ പ്ലാൻ ആയിരിക്കും. അപ്പോൾ അവൻ്റെ ആ ഒരു പ്ലാൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് അവന് ഓരോ വിഡ്രോവലും എടുക്കുമ്പോഴും 10% കമ്മീഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും. അപ്പൊ ഈ ഒരു 10% കമ്മീഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടണമെങ്കിൽ ഇവൻ മേടിച്ചേക്കുന്ന 5,100 രൂപയുടെ സെയിം പ്ലാൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതായത് ആ ഒരു 5,100 അതിനേക്കാളും മേളിലേക്കുള്ള പ്ലാൻ. അപ്പൊ ഈ ഒരു കമ്മീഷൻ കിട്ടാനായിട്ട് മലയാളി എന്ത് ചെയ്യും? വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എത്ര നാൾ പോകുന്നു അത്ര നാളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൂട്ടി വരാനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ എംജീനിയസ് AIനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളുടെ നിന്ന് മേടിച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് പ്രതീക്ഷിക്കുന്ന ഒരു ടൈം എത്തിയതിനു ശേഷം ഇപ്പൊ 1,000 കോടി ആവാം, 10,000 കോടി ആവാം, എത്ര വേണമെങ്കിലും ആവാം.
അതിലേക്ക് എത്തിയതിനു ശേഷം സ്പോട്ടിൽ ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആവും. ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ റൺ ആവാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ ഇതിന്റെ ഒരു വെബ്സൈറ്റ് കാര്യങ്ങൾ, അതായത് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്ലാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പൈസ കാര്യങ്ങളൊക്കെ ഇടുന്നത് സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇത് ട്രസ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു, നിങ്ങൾ നിങ്ങളുടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഇതിലേക്ക് പേയ്മെന്റ് കാര്യങ്ങൾ റീചാർജ് എന്നുള്ള ഒരു ബട്ടണൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് 3-4 ഓപ്ഷൻസ് നമുക്ക് വരും. അതിൽ ഒന്നാമത് എടുക്കുന്നത് ഗൂഗിൾ പേ ആയിരിക്കും, ഫോൺ പേ എടുക്കുന്നുണ്ടാവും, പേടിഎം കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. താഴെ ചെറിയൊരു നോട്ടിഫിക്കേഷനിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ പേടിഎം ഇൻസ്റ്റാൾ ചെയ്താലായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പോകുമെന്നുള്ളത്. എന്താണ് ഇതിന് പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്യും. അതായത് പേയ്മെന്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു വെബ്സൈറ്റ് അവരുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത് ഒരൊറ്റ അക്കൗണ്ടിലേക്കല്ല, മറിച്ച് പല അക്കൗണ്ടായിട്ട്, അതായത് ഓരോ നിമിഷവും ഈ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ അയക്കുന്ന ഒരു എമൗണ്ട് ഏതൊരു അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കില്ല. അതായത് ഏതൊരു അക്കൗണ്ടിലേക്ക് പോയി എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് പേയ്മെന്റ് അയക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പേടിഎം മാത്രമാണ് സക്സസ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് അയക്കാൻ സാധിക്കുള്ളൂ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിഎം അത്രയും വലിയ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ പേയ്മെന്റ് അയച്ചു എന്നുള്ളൊരു ഓപ്ഷനിൽ പേടിഎം കാര്യങ്ങളൊക്കെ ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവർ കൂടുതലും പേടിഎമ്മിനെ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടി എൻ്റെ കയ്യിലിരുന്ന ഒരു 600 രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അഫോർഡബിൾ ആവുന്ന ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം കടം മേടിച്ചോ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിച്ചോ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വേണമെങ്കിലും പൂട്ടിപ്പോവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, വേറൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സേഫായി എന്ന് പറയാം. കാരണം പോയാൽ നിങ്ങളുടെ കയ്യിലെ പൈസ നിങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കമ്പനീനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ ഈ ഒരു കമ്പനി പൂട്ടിപ്പോയതിന് ശേഷമാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണോ ഒന്നൊന്നും കാണുന്നതെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു പൈസ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക.